ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 160 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസത്തിൽ ചിന്തിക്കുന്നത് ന്യായാധിപന്മാരുടെ ഭാഗങ്ങളാണ്. 5ാമത്തെ ന്യായാധിപനാണ് ഗിദെയോൻ. ഗിദെയോൻ യെരുബാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 32-ാമത്തെ വാക്യം. ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞതിനാൽ അവൻ യെരുബാൽ എന്ന് പേരിട്ടു. അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ന്യായാധിപന്മാർ 6:25. ഗിദെയോനോട് പറയുന്നൊരു കാര്യമാണ്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2ാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പന്റെ ബാലിൻ ബലിപീഠങ്ങളെ ഇടിക്കിച്ച് അശേരകളെ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ഗിദെയോന്റെ അപ്പൻ അവൻ ചെയ്ത് നോക്കിക്കോണം. അവൻ ഈ പ്രതിഷ്ഠകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഒരു പുരോഹിതനായിട്ട്, ബാലിന്റെ പുരോഹിതനായിട്ട് പുള്ളി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഗിദെയോൻ അങ്ങനെ ചെയ്തു. ഇനിയും കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ ജനങ്ങൾ ഇറങ്ങി തിരിച്ചു. അന്വേഷിച്ചപ്പോൾ വേറെ ആരുമല്ല, ഇവിടുത്തെ പൂജാരിയായിരിക്കുന്ന യോവാശിന്റെ മകൻ ഗിദെയോൻ തന്നെയാകുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു. വേറെ ആരുടെയും പേര് പറയാനായിട്ടില്ലായിരുന്നുവോ? പക്ഷേ അന്ന് ഗിദെയോൻ സത്യസന്ധമായി യഹോവയെ സേവിക്കുന്നു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവനല്ലാതെ വേറൊരാളെ ഇതിനെ തൊടാനായിട്ട് ശക്തിയുള്ളവൻ വേറെ ആരുമില്ല എന്ന് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഗിദെയോനെ കൊല്ലണമെന്നും പറഞ്ഞ് നാട്ടുകാരിളകി. ആ സമയത്ത് ഗിദെയോന്റെ പിതാവ് പറഞ്ഞൊരു കാര്യം, ബാല് ദൈവമാണെങ്കിൽ ബാല് അവനെ ശിക്ഷിക്കട്ടെ, അവന് നേരെ വ്യാപരിക്കട്ടെ. അപ്പൻ അന്നേരം മനസ്സിലാകുന്നത് ഇതിന് യാതൊരു വിധമായ പവറുമില്ലെന്ന്. ഈ ബാൽ ദൈവവും അശേര ദൈവവും ആ കാലത്തെ അന്യജാതിക്കാരുടെ ശക്തിയുള്ള 2 ദൈവങ്ങളായിരുന്നു. അതുകൊണ്ട് അപ്പം പറയുന്നു, തെറ്റുകാരനെ അവർ പിടിക്കട്ടെ, നിങ്ങൾ എന്തിനെ അവനെ ശിക്ഷിക്കാനായിട്ട് പോകുന്നു? അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ ഗിദെയോൻ യുദ്ധത്തിനായി ഇറങ്ങാനായിട്ട് ദൈവം പറഞ്ഞു. ആരെ തോൽപ്പിക്കാൻ? മിദ്യാന്യരെ തോൽപ്പിക്കുവാൻ. മിദ്യാന്യരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി താൻ ജനത്തെ വിളിച്ചു, നമുക്ക് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കാം, മിദ്യാന്യരെ നമുക്ക് പരാജയപ്പെടുത്താം. തൻ്റെ ഒറ്റ വാക്കുകൊണ്ട് 32,000 പേരെ തയ്യാറായി പുറപ്പെട്ടു. വെറും ഗിദെയോനെ അംഗീകരിക്കുന്ന ഒരു ജനസമൂഹമാണ് അവിടെ. നമുക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. നാം എത്ര വലിയവർ എന്ന് നാം ചിന്തിച്ചാലും നമുക്ക് എത്രമാത്രം അംഗീകാരം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു, ഗിദെയോനെ, ആളു പെരുപ്പമായതുകൊണ്ടൊരു കാര്യമില്ല. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ വമ്പ് പറയും, ഞങ്ങളാണ് ഇസ്രായേലിനെ രക്ഷിച്ചതെന്ന് ഇവർ പറയും. അതുകൊണ്ട്
ഇവരെ എല്ലാരെയും കൂട്ടിക്കൊണ്ടു പോകണ്ട, നീ ഒരു കാര്യം പറഞ്ഞാ മതി. ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് അവൻ വിളിച്ചു പറഞ്ഞു, ഭയവും ഭീരുത്വമുള്ളവർ പുറകോട്ട് പൊക്കോട്ടെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നാടൻ ഭാഷയാണ്. 22,000 പേര് നേരെ പുറകോട്ട് പോയി. 32,000 പേരെ വന്നത്, 22,000 പേര് തിരിച്ച് വീട്ടിൽ പോയി. ബാക്കി 10,000 പേരുണ്ട്. ദൈവം പറഞ്ഞു, ഈ 10,000 ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ ജീവിക്കുന്നവരെ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, ഇനിയും അടുത്ത ഭാഗക്കാരും മടങ്ങിപ്പോന്ന് പറഞ്ഞ ആരും പോകുകയില്ല, അവര് പിടിച്ചു നിൽക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ആവശ്യമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദൈവം ഒരു പദ്ധതി ഗിദെയോനോട് പറഞ്ഞു. ഈ ദാവീദിന്റെ കാലത്തേക്കൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. ദാവീദിന്റെ കാലത്ത് 2 ശമൂവേൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, ദാവീദ് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് സകല വിരുദ്ധന്മാരെ കൂട്ടി 30,000 പേര് എല്ലാം ഉണ്ട് അതിനകത്ത്. സകല പുള്ളിയുണ്ട്. സകല വിരുദ്ധന്മാരെ കൂട്ടി യുദ്ധത്തിന് പോയി. സംഭവം എന്ന് പറഞ്ഞാൽ തോറ്റു പരാജയപ്പെട്ടു മാത്രമല്ല, പെട്ടകം കൂടെ നഷ്ടപ്പെട്ടു പോയി. നോക്കിക്കോണം, ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് വിരുദ്ധന്മാരെയല്ല, വിശ്വാസ വീരന്മാരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ പെന്തിക്കോസിന്റെ പ്രാരംഭകാലം എന്ന് പറയുന്നത് 100 വർഷം. അന്നത്തെ ആളുകൾ വിശ്വാസ വീരന്മാരായിരുന്നു. ദൈവദാസന്മാർ ശക്തന്മാരായ വിശ്വാസ വീരന്മാരായിരുന്നു. വിശ്വാസികളും അതുപോലെ തന്നെ ഒട്ടും കുറവില്ലാത്തവരായിരുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളക്കരയിൽ ദൈവമക്കൾ വർദ്ധിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്ന് അതിന്റെ വളർച്ച കുറയാനുള്ള കാരണത്തെപ്പറ്റി നമ്മളൊന്ന് പഠിക്കണം, നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഒരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി 10,000 പേര് ശേഷിച്ചിരിക്കുന്നു. കർത്താവ് ദൈവം പറഞ്ഞു, 9,700 പേരും മാനസാന്തരപ്പെടാത്തവരാണ്. ആളിന്റെ പെരുപ്പ് ഒന്നും നമുക്ക് നല്ലതാണെങ്കിലും ദൈവം തമ്പുരാൻ അത്ര വിലയില്ല. തനിക്കുള്ളവരെത്ര പേര് എന്നറിയണം. അതിനോട് ഗിദെയോൻ ഒരു കാര്യം ചെയ്തു. ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറയുകയാണ്. പരീക്ഷണാർത്ഥം വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞു, കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കൈ വായ്ക്ക വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേര്. ഇവരും അധികമോ പറഞ്ഞു. ഇത്രയും പേരിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് 300 പേർ. അവരെ കൂട്ടി നീ യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. തുടർന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാം. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായ കാര്യം, 1, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ ഒരുങ്ങുക. 2, ഭാരതത്തിൽ വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ ദൈവത്തിന് ആവശ്യമായിരിക്കാൻ നിങ്ങളും അംഗമാകോ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.